कास्ट के बारे में हिंदू वो जो अभी जो बोल रहे हैं लव जिहाद, ऐसा कुछ नहीं है, क्योंकि हम दोनों कलाकार हैं और आर्टिस्ट सभी धर्मों को मानते हैं। मैं भी हिंदू धर्म को मानता हूँ, सब धर्म एक है। मैं भी पूजा करता हूँ हिंदू धर्म की, मंदिर में जाता हूँ, सब कुछ। और सबसे बड़ी बात है कि हमने ये हिंदू रीति रिवाज से शादी। എല്ലാവർക്കും നമസ്കാരം. പൊന്നുമക്കളെ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്താണ്? ഒരു പെൺകുട്ടിയും ഒരു പയ്യനും കൂടി ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാനായിട്ട് ഒരു പയ്യൻ തയ്യാറാകുമ്പോൾ അവിടെ വിഷയങ്ങളാണ്, അവിടെ ലവ് ജിഹാദാണ്. കാരണം എന്താണ്? കല്യാണം കഴിച്ച പയ്യൻ ഒരു മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു വിഷയം തന്നെയാണ്. വിഷയം എന്ന് പറയാനുള്ള കാരണം, ഈ പറയുന്ന പെൺകുട്ടി കുംഭമേളയിൽ വൈറലായ എല്ലാവർക്കും അറിയാവുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂസ് ഓൾറെഡി അറിയാം. ഈ പറയുന്ന നമ്മുടെ മൊണാലിസ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഫർഗാൻ എന്ന് പറയുന്ന ഒരു പയ്യനെയാണ് കല്യാണം കഴിച്ചത്. നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് പൂവാറിലെ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തി കൊടുത്തു. നമ്മുടെ മന്ത്രിമാരൊക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തു. അങ്ങനെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപഹാരമൊക്കെ ഈ പറയുന്ന വധു വരന്മാർക്ക് കൊടുത്തു. അതിനെ തുടർന്ന് വലിയ വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മന്ത്രിമാരുടെ പങ്കെടുത്തപ്പോൾ മറ്റുള്ളവർക്ക് ഏത് വിഷയമായി. കാരണം ഇത് ലവ് ജിഹാദ് തന്നെയാണ്. അത് മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് പ്രായമായിട്ടില്ല. എന്നാ പിന്നെ ഇരിക്കട്ടെ ഒരു തിരി എന്ന് പറഞ്ഞുകൊണ്ട് കൊളുത്തി അങ്ങോട്ട് കത്തിച്ചു. വലിയ കത്തൽ തന്നെയായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അങ്ങ് നോർത്ത് ഇന്ത്യ, അവിടെ സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ ഈ ഒരു വാർത്ത ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ ഒരു വോയിസ് വന്നിരിക്കുന്നത്. ആ വോയിസ് ഒന്ന് കേട്ടു നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പറയുന്ന കാര്യങ്ങളും ഒന്ന് കേൾക്കാം. ഓക്കെ. मेरा आदमी एक ही लाए, दोनों भाई बेटे गए थे. आप केरला से बात कर रहे हो ना सर? मेरे पाँव पड़ू. मेरे आदमी को वो लोगों ने कब्जे में ले लिया, उसको थाने में बिठा दिया. मेरी लड़की को कुछ खिला पिला दिया, तो मेरी लड़की से कुछ बोले भी नहीं, कुछ घर की बात भी नहीं, और मेरी लड़की से शादी जबरदस्ती कर ली सर. तेरे पाँव पड़ू. मेरा आदमी अभी देखो केरला में बैठा है, एयरपोर्ट में बैठा है सर. एयरपोर्ट में. ठीक है. माता जी, ये बताइए, इनका जो डेट ऑफ बर्थ कितना है, ये मोना का? कैसे बोलो? जन्म तीयति कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ही है. तो मेरे पति, हेलो, मेरी लड़की का 16 साल का ही है. देखो आपकी फेमस हुई थी, 16 साल की है. ഓക്കെ, ഇവരിവിടെ പറയുന്നു ഇവരുടെ കൊച്ചിന് 16 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഈ പറയുന്ന പെൺകൊച്ചിനെ ഏതാണ്ടൊക്കെ കൊടുത്തിട്ട് തട്ടിക്കൊണ്ടുപോയതാണെന്നും ഇവരുടെ ഭർത്താവിനെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 18 വയസ്സായി എന്നുള്ള രേഖകൾ സഹിതം അവര് കാണിക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. ഇത് പ്രശ്നമുണ്ടാക്കുന്നവർക്കും ഇതൊരു ലവ് ജിഹാദ് ആക്കി മാറ്റാൻ നോക്കുന്നവർക്കും ഒക്കെ ഒരു അടിയായിട്ടാണ് ഇപ്പം മാറിയിരിക്കുന്നത്. അവരെന്തായാലും അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇവർ പോയി പോലീസ് സ്റ്റേഷനിലാണ് അഭയം നേടിയത്. അപ്പൊ തന്നെ അവരെന്തായാലും ഇതൊക്കെ മേടിച്ചു നോക്കും. കാരണം ഇത് രണ്ട് മതത്തിൽ പെട്ടവരായതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പോലീസ് ചെക്ക് ചെയ്യാതെ ഒരിക്കലും കല്യാണം നടത്തി കൊടുക്കത്തില്ല എന്നുള്ള ഒരു മൂള പോലും ഇല്ലാത്ത ആണ് ഓരോരുത്തർ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പരസ്പരം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വെച്ച് പരിചയപ്പെടുകയും ഈ പറയുന്ന ഫർഗാനെ ഇഷ്ടമാണെന്ന് ഈ മൊണാലിസ പറയും, മൊണാലിസയെ ഇഷ്ടമാണെന്ന് ഫർഗാൻ പറയുകയും അവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്ത് അവർ ഒന്നിച്ച് ജീവിക്കാനായിട്ട് എടുത്ത തീരുമാനത്തിൽ മതത്തിന്റെ പേരിലും മറ്റേത് പറയുക ഇതിന്റെ പേരിലും അതിന്റെ പേരിലും ഒക്കെ അടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അത് അവരുടെ ജീവിതമാണ്. അവർക്ക് അത് തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട് ഈ ഇന്ത്യയിൽ. ഓക്കെ, അത് കേട്ടു. बदौलत हूँ आप सभी की ताकत की और प्यार की वजह से हूँ. मुझे यहाँ आकर बहुत अच्छा लगा. और हमारी जो शादी हुई है वो हिंदू रीति रिवाज में हुई है. वैसे तो ये मेरे से शादी करना नहीं चाहता था, लेकिन मैंने खुद इनसे जबरदस्ती शादी किया. मेरे मम्मी पापा घर पे मेरी दूसरे से शादी करवाना चाहते थे, तो मुझे वो लड़का अच्छा नहीं लगा. बुआ का लड़का था वो, क्योंकि बुआ के लड़के से मैं शादी करूँगी तो मेरा भाई लगा. इनसे मैं सोची कि मैं नहीं शादी करूँगी. पापा साथ में ही आए थे मेरे पापा. अभी भी यही है मेरे पापा, लेकिन उन्होंने शादी अटेंड नहीं की. अभी पता नहीं इधर ही है शायद. अभी पता नहीं, इधर नहीं मिले. उनको मालूम है, उनको पता है. शादी में नहीं, वो मेरे साथ में ही आए थे यहाँ. वो अभी थोड़ा नाराज है. कल मिले भी थे मुझसे. ഓക്കെ, ഇവിടെ മൊണാലിസ പറയുന്നു മൊണാലിസയുടെ ഇഷ്ടത്തിനാണ് ഞാൻ വന്നതെന്നും ഞാനാണ് ഈ പറയുന്ന ഫർഗാനെ ഫോഴ്സ് ചെയ്തിട്ട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞതെന്നൊക്കെയാണ് ഇവിടെ ഈ പറയുന്ന പെൺകുട്ടി പറയുന്നത്.
അത് മാത്രമല്ല ഒരു സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ഒരുത്തനെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നും പറയുന്നു. അവനുമായിട്ട് കല്യാണം കഴിക്കണമെന്ന് ഈ പറയുന്ന വീട്ടുകാരിലായ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, ഇവനെ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു അവൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് അവനോട് ഫോഴ്സ് ചെയ്ത് പറയുകയും ഒടുവിൽ അവൻ കേരളത്തിലായിരുന്നു, കേരളത്തിലേക്ക് വരികയും അങ്ങനെ കേരളത്തിൽ വെച്ച് കല്യാണം കഴിക്കുകയും കേരളം ഞങ്ങൾക്കൊരു സംരക്ഷണം തരുമെന്ന് അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ടും അവർ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അതിന് കേരളം അവർ സെലക്ട് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. മുമ്പ് നമുക്കറിയാം ഇതുപോലെ തന്നെ നേരത്തെ ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വന്നിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ വെച്ച് കല്യാണം നടത്തിവിട്ട ഒരു ചരിത്രം നമുക്കുണ്ട്. അപ്പൊ ഈ ചെറുക്കൻ യു പിക്കാരനാണ്, കൊച്ചും എന്താ പറയുക മഹാരാഷ്ട്രക്കാരിയാണ്. എന്തായാലും ബാക്കി नहीं कल मिले मिले सब कुछ हुआ, बाद में कोशिश करेंगे मनाने की। क्या और मैंने शादी की है हिंदू रीति रिवाज में, और वो जो सब लव जिहाद बोल रहे हैं ऐसा कुछ नहीं। ऐसा कुछ भी नहीं है। आर्टिस्ट है, हमारे लिए सब धर्म एक ही है। मैं सब धर्म को एक ही मानती हूँ, कोई सा भी धर्म मेरा धर्म है। धर्म में है, मैं मुस्लिम धर्म में आज भी हूँ। ऐसा कुछ नहीं है, हमने दोनों में से किसी ने भी कोई धर्म नहीं बदला है, ना कोई कन्वर्ट किया है, उसी में ही है। मैं भी ये भी एक्टर है। मैं भी ഓക്കെ, ഇവിടെ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ മതം മാറാനൊന്നും തീരുമാനിക്കുന്നില്ല. മൊണാലിസ എന്ത് വിശ്വാസത്തിലാണോ പോകുന്നത് ആ വിശ്വാസത്തിൽ മൊണാലിസ, ഞാൻ എന്ത് വിശ്വാസത്തിലാണോ പോകുന്നത് ആ വിശ്വാസത്തിലാണ് പോകുന്നത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല നെറുകയിൽ കുങ്കുമം ഇട്ടും താലി ചാർത്തിയുമാണ് കല്യാണം നടത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു കാരണവശാലും ഇവിടെ മതം മാറ്റിയിട്ടില്ല. ഇനി ഫ്യൂച്ചറിൽ എന്താകും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല. അത് ആ കുട്ടിയും അവനും തമ്മിലുള്ള ഒരു ഇതാണ്. കാരണം ആ കുട്ടിക്ക് ഒരു ഇതുമില്ല, കുട്ടി സ്വമേധ ഇഷ്ടപ്രകാരം വന്നതാണ്. അത് നമുക്ക് കൃത്യമായിട്ടും നമുക്ക് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. ഇതിന് കുരു പൊട്ടുന്നവർ അവിടെ ഇരുന്ന് പൊട്ടിക്കൊണ്ടിരിക്കുക, അല്ലാതെ എന്ത് പറയാനാണ്. പിന്നെ ഏജിന്റെ കാര്യമാണ് എല്ലാവരും എടുത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം കൊച്ചിന് വയസ്സായിട്ടില്ല, 16 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതല്ല, കൊച്ചിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1/1/2008. അതാണ് ഈ പറയുന്ന മൊണാലിസ ബോസ്ലെയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, ഇനി കുരു പൊട്ടാൻ വേണ്ടി ആരും നിൽക്കണ്ട. ഓക്കെ, ഒന്ന് കേട്ടു. मैं भी एक्टर हूँ, छोटा छोटा काम करता हूँ सिनेमा। आधार कार्ड है, इसमें आप एज देख सकते हो 1/1/2000। 1 ओके, नहीं मोनालिसा मोनालिसा भोसले, पहले से ही मेरा नाम है मोनालिसा भोसले। ये पेन और ये सब पुलिस यहाँ की सरकार ने बहुत मदद की, उनका भी बहुत बहुत धन्यवाद। हाँ जी, मोनालिसा भोसले, मोनालिसा है, भोसले मेरा सरनेम है भोसले। लेकिन इसमें आधार कार्ड में मोनालिसा है। इसका आधार कार्ड में मोनालिसा है। हम्म। 2000 है किसका? 1/1/2001 में। अभी आपको ഞങ്ങളുടെ അമ്പലത്തിൽ വെച്ചാണ് ഇവിടുത്തെ കല്യാണം നടന്നത്. सर ये इसका ഞങ്ങൾ വെരിഫൈ ചെയ്തു. बर्थ सर्टिफिकेट है, आप देख लो, इसका बर्थ सर्टिफिकेट है। इसमें 1/1/2008 2008। हाँ, बर्थ सर्टिफिकेट भी है। ये കല്യാണം നടന്നതിന്റെ സർട്ടിഫിക്കറ്റ് मध्य प्रदेश का ये बर्थ सर्टिफिकेट है उनका। അവിടെ ചേട്ടൻ പറയാൻ നേരത്ത് മീഡിയക്കാർ പറയുന്നത് ചേട്ടൻ ഒന്ന് മിണ്ടായി കേട്ടാ ഞങ്ങൾ ചോദിക്കേണ്ടെന്ന്. കാരണം ചേട്ടൻ പറയാൻ പോയി കഴിഞ്ഞാൽ മീഡിയക്കാർക്ക് ചോദിക്കേണ്ട ആ ഒരു ചോദ്യം കിട്ടാൻ പോകുമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. എന്തായാലും പയ്യനാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, ആധാർ കാർഡ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. मध्य प्रदेश का ये बर्थ सर्टिफिकेट है उनका, जहाँ उनका जन्म हुआ लोग देख सकते हैं। अच्छा, वो कौन सा सर्टिफिकेट कौन सा जगह का है? मध्य प्रदेश। ये मध्य प्रदेश का है। एक मिनट, तो ऐसा कुछ नहीं है, ये अडल्ट है। हाँ, आधार कार्ड भी सब कुछ उधर का, पैन कार्ड, आधार कार्ड ये सब कुछ उधर का ही है। अभी क्या है? लीगल से क्या है? स्पेशल मैरिज एक्ट रजिस्टर करना है लेकिन वो अभी हाँ केस मार्च से हम लोगों ने कर लिया है। ये अभी रजिस्टर मैं आपको दिखाता हूँ सर। ये मैरिज सर्टिफिकेट है, केस मार्ट एफ से हमने किया है। आप देख सकते हैं। तो सब कुछ क्लियर, वो सब कुछ क्लियर हो गया है। हाँ, ऐसा ये सब कुछ क्लियर हो गया। आप देख सकते हैं केस मार्ट के द्वारा। എന്തായാലും ആ ഒരു വിഷയം അവിടെ വെച്ച് ക്ലിയർ ആയി എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള എല്ലാവരുടെ ഡൗട്ട് തീർന്നു കാണുമല്ലോ. ഇനി ഈ പിള്ളേരെ വെറുതെ വിടുമല്ലോ. അവർ അവരുടെ പാട്ടിന് അവർ ജീവിക്കട്ടെ, അവർ കേരളത്തിൽ ജീവിക്കാനാണ് അവർക്ക് താല്പര്യം എന്ന് പറയുന്നു.
കേരളത്തിൽ തിരുവനന്തപുരത്ത് അവർ ജീവിക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു. മൊണാലിസയ്ക്കും അത് ഇഷ്ടം തന്നെയാണ്. കേരളത്തിലെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണെന്ന് അവർ പറയുന്നു. രണ്ടുപേരും അത് പറയുന്നുണ്ട്. അവർ ജീവിക്കട്ടെ, അവരുടെ ജീവിതം സന്തോഷപൂർണ്ണമായിട്ട് പോകട്ടെ. ഇതിൻ്റെ ഇടയിൽ ജാതിയൊക്കെ കുത്തിക്കയറ്റി, അതിൻ്റെ ഇടയിൽ കൂടെ ലവ് ജിഹാദ് കുത്തിക്കയറ്റി, പ്രായം കുത്തിക്കയറ്റി എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ എന്തായാലും CPM പോയി അതൊരു മുതലെടുപ്പ് നടത്തിയത് തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ശിവൻകുട്ടി സാറും മറ്റേ റഹീമും ഒക്കെ പോയി കാണിച്ചതും അത് തന്നെയാണ്. പക്ഷെ അവർ എന്താ പറയാ, ഒരു സപ്പോർട്ടായിട്ട് നിന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെങ്കിലും അവിടെ മറ്റൊരാളുടെ കല്യാണത്തിനും പോകാതെ ഈ ഒരു കല്യാണത്തിന് പോയതിന്റെ ആ ഒരു ചേതോവികാരം അത് രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ്. അതായത് കേരള സ്റ്റോറി ഒരു പടം ഇറക്കിയില്ലായിരുന്നു, അതല്ല, ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടി തന്നെയാണ്. അപ്പം മറ്റൊരു ചുമ്മാതിരിക്കുവോ? അപ്പോൾ അവർ പറഞ്ഞു ഇത് ലവ് ജിഹാദാണ്, ഇത് വയസ്സിന്റെ വിഷയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിള്ളേരെയാണ് ഇതിൻ്റെ ഇടയിൽ ഇട്ട് അടുപ്പിച്ചുകൊണ്ടിരുന്നത്, ഈ പിള്ളേരെയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നതും എന്നുള്ള കാര്യം മറക്കരുത്. അതായത് നിങ്ങളുടെ രാഷ്ട്രീയ കളിയൊക്കെ അതുമൂലം ഉണ്ടാകുന്ന ദോഷം ഈ പിള്ളേർക്കാണ്. എന്തായാലും അവർ സുഖമായിട്ട് ജീവിക്കട്ടെ. എത്രയോ ആൾക്കാർ ഇങ്ങനെ എന്താ പറയാ, രണ്ട് മതത്തിൽപ്പെട്ടവരൊക്കെ ജീവിക്കുന്ന സിനിമാടന്മാരൊക്കെ എത്രയോ പേര്. നമ്മുടെ റഹ്മാന്റെ മുസ്ലിമാണ്, ഭാര്യ ഹിന്ദുവാണ്, അങ്ങനെ എത്ര പേരുണ്ട്, എത്രയോ പേര്. ഓക്കെ, എന്തായാലും ഇവരുടെ ഒരു ബൈറ്റ് ന്യൂസ് 18 വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ഇന്റർവ്യൂ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അതുകൊണ്ട് കണ്ടു. കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ കേരള സ്റ്റോറി ആയിട്ടുള്ള ഫർഹാനും മൊണാലിസയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. अब दोनों कैसे मिला? हाँ, हम दोनों एक इधर नागम्मा एक मलयालम फिल्म है, उसके पूजा के टाइम हम दोनों मिला. ये हीरोइन था उसमें, मैं मेन विलन का कैरेक्टर के लिए कास्ट किया गया था. उसी टाइम हम दोनों की मुलाकात हुई. फिर उसके बाद मोनालिसा ने मुझे प्रपोज किया. फिर बाद में वहाँ से हमारी कहानी शुरू हुई. फैमिली से बहुत प्रेशर है? फैमिली वाले अभी मान नहीं रहे, थोड़ा कुछ लोग एक्सेप्ट करे, लेकिन कुछ लोग अभी नहीं करते. जैसे फादर है वो नहीं करते, क्योंकि वो उनकी जो बहन थी उसके बेटे से इनकी शादी कराने वाले थे 2-3 दिन में, इसीलिए मोनालिसा ऐसा डिसीजन लिए सडनली, यानी अभी कोई प्लानिंग नहीं था शादी का. जी. उम्र के बारे में बहुत कंट्रोवर्सी, एज के बारे में बहुत वो कह रहे उम्र आपकी कम बता रहे हैं लोग कि नहीं, मेरी उम्र 18 साल से भी ऊपर है. 18 साल से ऊपर है, जिसमें बर्थ सर्टिफिकेट है और आधार कार्ड है, पैन कार्ड है, तीनों में 18 साल के ऊपर है. हाउस केरला. हाँ, थैंक यू, नाइस. केरला इज अच्छा है. अब कास्ट के बारे में हाँ, वो जो अभी जो बोल रहे हैं लव जिहाद, ऐसा कुछ नहीं है, क्योंकि हम दोनों कलाकार हैं और आर्टिस्ट सभी धर्मों को मानते हैं. मैं भी हिंदू धर्म को मानता हूँ, सब धर्म एक है. मैं भी पूजा करता हूँ हिंदू धर्म की, मंदिर में जाता हूँ, सब कुछ. और सबसे बड़ी बात है कि हमने ये हिंदू रीति रिवाज से शादी की है. अगर ऐसा कोई मंदिर में किया, ऐसा अगर होता तो नहीं करते. तो हमारे अंदर कोई ऐसा कुछ नहीं है कास्ट को लेकर या कुछ भी. आज भी मोनालिसा हिंदू है, मैं मुसलमान हूँ, मैंने भी चेंज नहीं किया, उसी ने भी कोई कन्वर्ट नहीं किया है. हम दोनों धर्मों को मानते हैं, सभी धर्मों को हम मानते हैं, इसीलिए हमारे लिए सब बराबर है. हिंदू धर्म हो या मुस्लिम धर्म हो, सबको मानते हैं. मैं खुद पूजा करता हूँ सब चीजें. केरला में स्टे करेंगे? हाँ, अभी देखते हैं, देखेंगे केरला में भी. केरला तो बहुत ही अच्छा है, बहुत सुंदर है. देखेंगे, अच्छा लगेगा. ഓക്കെ, ഇവർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കേരളം നല്ലൊരു സ്ഥലം തന്നെയാണ്, കേരളത്തിൽ തന്നെ താമസിക്കാനായിട്ട് ഇവർ താല്പര്യപ്പെടുന്നതെന്നും, അതായത് ഈ മൊണാലിസയുടെ അച്ഛൻ്റെ പെങ്ങടെ മകനുമായിട്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് തയ്യാറായിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് ഇഷ്ടമല്ല, അവനെ കല്യാണം കഴിച്ച ഒരു സഹോദരനെ കല്യാണം കഴിക്കുന്നത് പോലാണ്, അതൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിൽ വെച്ച് പരിചയപ്പെട്ട ഇവർ പരസ്പരം ഇഷ്ടം പങ്കുവെക്കുകയും അവർ ഇഷ്ടത്തിലാകുകയും പിന്നെ വീട്ടിൽ ഈ പറയുന്ന ബന്ധുവുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച സമയത്ത് ഈ കുട്ടി ഇവനെ വിളിച്ച് കാര്യം പറയുകയും നീ എന്നെ കിട്ടിയില്ല എങ്കിൽ ഞാൻ തീർന്നു കളയുമെന്നുള്ള രീതിയിൽ പറയുകയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ ചൊല്ലി ആരും ബഹളം ഉണ്ടാക്കണ്ട, അവർ അവരുടെ പാട്ടിന് ജീവിക്കട്ടെ, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇവിടെ കൊണ്ടുവന്ന് ലവ് ജിഹാദ്, മറ്റേ ജിഹാദ് അതൊന്നും കൊണ്ടുവരണ്ട. അവിടെ ഇവർ രണ്ടും പറഞ്ഞു കേട്ടല്ലോ. ആ കുട്ടിക്ക് കുട്ടിയുടെ വിശ്വാസം, ഇവന്റെ വിശ്വാസം, അവൻ ഈ പറയുന്ന പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അവൻ പറയുന്നു, അവളും അതുപോലെ പറയുന്നു. അവർ അങ്ങനെ സന്തോഷത്തോട് ജീവിക്കട്ടെ. മതേതരത്വമുള്ള നാട്ടിൽ മതേതരത്തോടു കൂടി അവർ ജീവിക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആകട്ടെ. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സഹിക്കട്ടെ. അല്ല നമ്മൾ എന്ത് പറയാനാ, അവരിഷ്ടപ്പെട്ടു, അവർ കല്യാണം കഴിക്കുന്നു. അതിൻ്റെ ഇടയിൽ കയറി നമുക്ക് എന്ത് പറയുന്നത് പറ്റത്തില്ലട എന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അവിടെ നടക്കാത്തതുകൊണ്ടാണ് ആ പിള്ളേർ കേരളത്തിൽ കല്യാണം കഴിച്ചത്. നല്ലൊരു കാര്യമാണ്. കാരണം ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ അവരുടെ ജീവിതം അവസാനിപ്പിച്ചാൽ എന്താ സംഭവിക്കുക? അതൊന്നും ചെയ്യാതെ അവർ ജീവിക്കട്ടെ, അവർ ജീവിച്ച് പോട്ടെന്നേ. മതമൊക്കെ മനുഷ്യന്റെ ഇതല്ലേ,
അവർ ജീവിക്കട്ടെ, അവരുടെ മനസ്സുകൾ ഒന്നായി അവർ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അവർ തകർത്ത് ജീവിക്കട്ടെ. അതാണ് എനിക്കും പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം? മസ്റ്റാങ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.